യുവ വായനക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് കാണുന്ന ഈ സാമൂഹ്യ അന്തരീക്ഷ മലിനീകരണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം ഇല്ലായ്മയോ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയോ സാംസ്കാരികപരമായുള്ള മുന്നേറ്റം ഇല്ലായ്മയോ ഒന്നും കൊണ്ടല്ല. നമുക്ക് സംഭവിച്ചിരിക്കുന്ന സ്നേഹരാഹിത്യമാണ്. ആ സ്നേഹത്തെ തിരിച്ചു പിടിക്കുവാൻ നിങ്ങളുടെ ഓരോ ചിന്തയും നിങ്ങളുടെ വായനയും പ്രവർത്തികളും ഉണ്ടാകണം. അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്, പ്രത്യേകിച്ചും കേരള അന്തരീക്ഷത്തിൽ, നമ്മുടെ മലയാള അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ആ സഹിഷ്ണുത ആരൊക്കെയോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, നമ്മളെ വിലക്കെടുത്തിട്ട്. ലത്തീഫ് സാറിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് അങ്ങനെ ഒരു കൊച്ചു നാട്ടുമ്പുറമാണ്. ഈ നാട്ടുമ്പുറത്തുള്ള എഴുത്തുകാരനാണ് ലത്തീഫ് സാർ. ലത്തീഫ് സാറ് എന്നും ഇവിടെ വരികയും ഞങ്ങളുമായിട്ട് കാണുകയും സഹകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. കുറേ സമയം ടൈം ഉണ്ടെങ്കിൽ പുള്ളിയും ഇവിടെ മെനക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇളയപ്പായ ഞാനാണ് ഈ വളർച്ചയ്ക്ക്. അതിന് യാതൊരു ഭംഗിക്കുറവുമില്ല, ഒരു ഉദ്ദേശവുമില്ല. വളരണമെന്ന ആഗ്രഹം, വീണ്ടും വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ നിരക്ഷരരായിരുന്നു. അതായത് പൊട്ടൻ്റെറയിൽ കൊച്ചുകുഞ്ഞ്, ഇലയിലാത്ത് റുക്കിയ ബീബി. ഞാൻ ഏത് കോളേജിൽ പഠിച്ചെന്നോ എന്ത് സബ്ജക്റ്റ് പഠിച്ചെന്നോ പോലും അവർക്കറിഞ്ഞില്ല. പക്ഷേ അവർ ക്രാന്തദർശിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. അതായത് പ്രായോഗിക ബുദ്ധിയുള്ളവർ. അതായത് അതൊക്കെ ഒരുപാട് കഥകൾ ഞാൻ പല സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു, പല മീഡിയയിലുണ്ട്. വിശപ്പ് സഹിച്ചുകൊണ്ട് അന്നത്തെ പതിയാങ്കരയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പിന്നോക്കം, ദാരിദ്ര്യമായിട്ടും പിന്നോക്കം, വിദ്യാഭ്യാസമായും പിന്നോക്കം ഇരുന്ന കാലഘട്ടത്തിൽ എന്നെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുവാനും അവർ എല്ലാവിധ, രാവിലെ അപ്പോൾ വലയായിട്ട് പോകും, വൈകുന്നേരം വരും, എന്നിട്ട് വീണ്ടും സന്ധ്യയാകുമ്പോൾ വീണ്ടും വലയെടുത്തുകൊണ്ട് പോവുകയാണ് ഉറക്കമില്ലാതെ നിങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി. പിന്നെ വളരെയധികം അധ്വാനിച്ച് എൻ്റെ മാതാപിതാക്കൾ, അവരെ ഒരിക്കലും സ്മരിക്കാതിരിക്കാൻ കഴിയത്തില്ല. മാത്രമല്ല ഞങ്ങളുടെ തൊട്ട അയലത്ത് ഒരു കുടുംബം ഉണ്ടായിരുന്നു. എൻ്റെ 4ാമത്തെ ബുക്ക് ആ കുടുംബത്തിനാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്, വാസ്തു പണിക്കർ എന്നുള്ള ആ കുടുംബം. അതായത് എന്നിൽ എന്തെങ്കിലും നന്മയെന്ന് പറഞ്ഞാൽ എൻ്റെ മതേതരത്വ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാന കാരണം ആ കുടുംബമാണ്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന റൂമിൻ്റെ അകത്ത് എനിക്ക് മുസല്ല വിരിച്ചു തന്ന ആ കുടുംബം, അനേകം നാൾ എനിക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആ രമണിയമ്മ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്തൊരു ചക്കക്കട ഉണ്ടായിരുന്നു. അതായത് ഞാൻ അടുത്തൊരു പോസ്റ്റ് ഇട്ട് ഞാനെന്നും പറഞ്ഞ്, അതായത് വയറെരിഞ്ഞപ്പോൾ ചക്കപ്പൊല്ല കാന്തി ഞാൻ വിശപ്പടക്കി, മനസ്സെറിഞ്ഞപ്പോൾ അക്ഷരം കുറിച്ച് ഞാൻ നോവടക്കി, ഒറ്റപ്പെടുത്തിയപ്പോൾ പുസ്തകം അതുപോലെ എന്തൊന്നും പറയാനില്ല. ഒരു കാലഘട്ടത്തിൽ വിശപ്പ്, അതിന് ഞാൻ എൻ്റെ 4ാമത്തെ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേദിയിൽ, എൻ്റെ 4ാമത്തെ പുസ്തകം പെറ്റനോവ് സമർപ്പിച്ചിരിക്കുന്നത് ഈ അമ്മയ്ക്കും ഈ കുടുംബത്തിനും വേണ്ടിയാണ്, വാസ്തവപ്പണിക്കർക്കും കുടുംബത്തിനും. അപ്പോൾ വിശപ്പ് കത്തിക്കാളിയപ്പോൾ എനിക്ക് കഞ്ഞുള്ള ഒഴിച്ച്, അതായത് എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ എൻ്റെ വിശപ്പിനെ കെടുത്താൻ, അതായത് ഞാൻ അവിടെ ആയിരുന്നു താമസം. ഇപ്പം സുവർണം പറഞ്ഞ പോലെ താമസമായിരുന്നു. ഇവിടുന്ന് ഇത്രയും നല്ല ഭൂസ്വത്തുള്ള ഒരു കുടുംബമായിരുന്നു. അവർ തേങ്ങ ഇട്ടിട്ട് വലിയ വളക്കൊട്ടയുടെ അത് മാങ്ങ ഒക്കെ പറിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ കൊണ്ട് വെച്ചിട്ട് കത്തിയും കൂടെ രവണിയമ്മ എടുത്തുകൊണ്ട് വെച്ച് തരും. പഴുക്കുമ്പോൾ നീ ഓരോന്നെടുത്ത് മുറിച്ച് തിന്നണം. പറയാൻ മനസ്സിലായില്ലേ? അതുപോലെ ഓരോ ഓണം വന്നാലും മറ്റുള്ള വിശേഷ ദിവസങ്ങളിലും അവരെ സ്വന്തം മക്കളെ എങ്ങനെയാണ് കഴിയുന്നത് അതേപോലെ അവരെ കൂട്ടിയെടുത്ത്. ഇതിപ്പം ഇപ്പൊ ഈ കാണുന്ന ഗ്ലാമറൊന്നും അല്ലായിരുന്നു നമ്മുടെ അന്നത്തെ അവസ്ഥ. അതായത് ഉണ്ണാനും ഉടുക്കാനും ഇല്ല, ഉടുതുണി ഇല്ലാതെ
കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു അമ്മയെ പോലെ. ആ സ്നേഹം അതിനെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് വേരില്ല, വളർച്ചയില്ല. അത് നമ്മുടെ മരിക്കുന്നവരെ ആ ബന്ധം ഉണ്ടായിരിക്കുക. വിശപ്പിൻ്റെ വിളി ഈ ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാകത്തില്ല. അതിനെ കെടുത്താൻ ഒരാൾ തയ്യാറാകുന്നത് അത് നമുക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ തമ്പുരാനായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ആ വിശപ്പ് പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ കുടുംബത്തിന് ചില സാമ്പത്തികമായും ചില മറ്റുള്ള കാര്യങ്ങളിലും ആയിട്ടും ഇപ്പോൾ ഓർക്കേണ്ടത് സുബർണൻ്റെ അനുജനായ പൊടിയണ്ണനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ മരിച്ചു. ഞങ്ങൾ രണ്ടുപേരും റൂമിലാണ്. അതാണ് രസം. എൻ്റെ PG വിദ്യാഭ്യാസം പിന്നെ കായംകുളത്തായിരുന്ന സമയത്ത് വണ്ടി കൂലിക്ക് പൈസ ഇല്ലാത്തപ്പം പോകാൻ നേരത്ത് എല്ലാ ദിവസവും പൈസ ചുരുട്ടി പോക്കറ്റ് വെച്ച് തരുക. ഭക്ഷണത്തിന് പൈസ പ്രത്യേകിച്ച് തരും. അങ്ങനെയൊക്കെ വളരെ അധികം മറ്റാരും ചെയ്യാൻ കഴിയാത്ത ഒരു സഹായം ചെയ്ത ഈ കുടുംബം എനിക്ക് മറക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തേടി നമ്മളിവിടെ എത്തിയത്. ഇദ്ദേഹം കാർത്തികപ്പള്ളി സത്യശീലൻ. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. ഇദ്ദേഹം ലത്തീഫ് സാറിൻ്റെ കഥകളെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ക്രാന്തദർശിയായ ആയാലും അല്ലെങ്കിലും ആ കലാകാരന് ആ സമൂഹം, ചുറ്റുപാടിലുള്ള സമൂഹം അംഗീകരിച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അബ്ദുൽ ലത്തീഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ള ആ സമൂഹത്തോടുള്ള ആ സത്യസന്ധമായ കാഴ്ചപ്പാട് പോലെ തന്നെ, വളരെ ശുദ്ധമായ കാഴ്ചപ്പാട് പോലെ തന്നെ ആ ചുറ്റുപാടുള്ള സമൂഹം അതേ ഒരു ആത്മാർത്ഥതയോടെ തന്നെ തിരിച്ച് ഒരു ആത്മാർത്ഥത, ഒരു പ്രോത്സാഹനം, ഒരു സ്നേഹം ഒക്കെ അബ്ദുൽ ലത്തീഫിനോട് കാണിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കലാകാരന് ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അനേകം കഥകൾ എഴുതിയിട്ടുണ്ടല്ലോ, നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്നൊന്ന് വിശദമാക്കാം. ഒട്ടനവധി ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 3 മാത്രമാണ് സമാഹാരമാക്കിയത്. ആ കഥാസമാഹാരങ്ങൾ ആക്രി, പരട്ടപ്പാണ്ടി, ഹലോ അങ്കൽ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് എൻ്റെ ആക്രി തന്നെയാണ്. വളരെ നന്ദിയില്ലാത്ത ലോകത്തിൻ്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന അവഗണനയെ പറ്റിയാണ് ഞാൻ അതിന് പ്രതിപാദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹലോ അങ്കിൾ, ബോംബ് രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് കുട്ടികളിലും സ്ത്രീകളെയും ബാധിക്കുന്നു എന്നുള്ള വളരെ വ്യക്തമായ രീതിയിൽ വരച്ചു കാട്ടിയൊരു കഥയാണ്. പിന്നെ മറ്റൊന്ന് ഐലംകുർദി എന്നും പറഞ്ഞു. ഐലംകുർദി നമുക്കറിയാം, പിന്നെ ഇവിടുത്തെ അവഗണിക്കപ്പെട്ട, അതായത് രാജ്യമില്ലാതെ തിൻ്റെ നടക്കുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ, അതായത് കടലിൽ മുങ്ങിത്താന്ന ഒരു കുട്ടിയുടെ നീല ട്രൗസറും ചുവന്ന ടീഷർട്ടും വെള്ള ഷൂവും ധരിച്ചുകൊണ്ട് ഒരു 3 വയസ്സുകാരൻ കടൽ തീരത്ത് അടഞ്ഞിടക്കുന്ന രംഗം. ഇങ്ങനെ ഒട്ടനവധി കഥകൾ ശ്രദ്ധേയമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അബ്ദുൽ ലത്തീഫ് പതിയാങ്കര എന്നത് എൻ്റെ സാറാണ്, അധ്യാപകനാണ്. ഞാൻ പതിയാങ്കരക്കാരനായതുകൊണ്ട് തന്നെ അബ്ദുൽ ലത്തീഫ് പതിയാങ്കരയെ വ്യക്തമായും നല്ലതുപോലെ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ഒരുപാട് യാതനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പഠനകാലം ചെലവഴിച്ച ലത്തീഫ് സാറ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലുടനീളം അത് പ്രകടവുമാണ്. സമൂഹത്തിലെ അനീതികളോടും അക്രമങ്ങളോടും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തൂലിക തന്നെ പടവാളാക്കിയ, ഭരണാധികാരികൾ പോലും ഭയക്കുന്ന തൂലിക തന്നെ ആയുധമാക്കിയ വ്യക്തിയാണ്. അത് സമൂഹത്തിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹത്തോട് കാണിക്കുന്ന പല കാര്യങ്ങളിലുള്ള നിഷേധാത്മകത. എന്നിരുന്നാൽ പോലും നമ്മുടെ പതിയാങ്കര എന്ന പ്രദേശത്തെ പുറം ലോകത്തെ അറിയിക്കുവാനുള്ളൊരു വേദി കൂടിയായിട്ട് ലത്തീഫ് സാറിൻ്റെ എഴുത്തുകളെയും ആ പേരിനെയും ഞങ്ങൾ പതിയാങ്കരക്കാർ അഭിമാനത്തോടെ ഉപയോഗിക്കുന്നുണ്ട്. അതുതന്നെ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിട്ടും ഞങ്ങൾ കാണുകയാണ്. ലത്തീഫിൻ്റെ ആയിരക്കണക്കിന് കവിതകളെ നമുക്കിവിടെ അവതരിപ്പിക്കാൻ സമയപരിമിതി ഒരു തടസ്സമാകുന്നുണ്ട്. എങ്കിലും ലത്തീഫിൻ്റെ പുസ്തകങ്ങൾ, ഓരോ പുസ്തകങ്ങളും ഓരോ അക്ഷയ ഖനിയാണ്. നമ്മളിതൊക്കെ വാങ്ങിച്ച് നമ്മുടെ കുട്ടികളോടൊപ്പം ഇരുന്നു കൊണ്ട് ചുമ്മാ കവിത ചൊല്ലുകയോ വായിക്കുകയല്ല, അത് കുട്ടികളോട് ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. കാരണം
ലത്തീഫിന്റെ കവിതകൾക്ക് ഒരുപക്ഷെ ഒരു താളനിബദ്ധമായിരിക്കില്ല. ലത്തീഫിന്റെ കവിതകൾ ഏതെങ്കിലും ഒരു വൃത്തത്തിനുള്ളിലോ അലങ്കാരത്തിനുള്ളിലോ ഒതുക്കിക്കിട്ട് വെക്കുന്നതല്ല. കാരണം അതിൻ്റെ അത്രയ്ക്ക് വിശാലമായി ഒരു അർത്ഥതലങ്ങളുള്ളതാണ് അത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിക്കൂട്ടാൻ പറ്റുന്നതല്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ലത്തീഫിൻ്റെ പുസ്തകങ്ങൾ എവിടെ കിട്ടുമോ അത് ലഭ്യമാക്കി വീടുകളിൽ സൂക്ഷിക്കുക, നമ്മുടെ കുട്ടികളോടൊപ്പം ചർച്ച ചെയ്യുകയും ചെയ്യണം. കാരണം അത് വരും തലമുറയ്ക്ക് നമുക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലത്തീഫിൻ്റെ ഇപ്പോൾ പുതിയ പുസ്തകം കനലക്ഷരങ്ങൾ, അതേപോലെ ലത്തീഫിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ ഇനിയും ഞാൻ നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഒരുപാട് ഉയരങ്ങളിൽ ലത്തീഫ് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ലത്തീഫ് ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന്. കാരണം അത്രയ്ക്ക് ആഴത്തിലാണ് ലത്തീഫിൻ്റെ അടിവേരുകൾ പതിഞ്ഞു നിൽക്കുന്നത്. അത് നല്ല ഒരു ജനതയുടെ ഒരു പറ്റം സുഹൃത്തുക്കളുടെ അവരുടെ സ്നേഹമസൃണമായ ഒരു സഹകരണത്തിലൂടെയാണ് ലത്തീഫ് ഇങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ വളവും വെള്ളവും എല്ലാം ലത്തീഫിന് തീർച്ചയായും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൻ്റെ പ്രേക്ഷകർ ദയവായി ലത്തീഫിൻ്റെ കവിതകൾ വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാ പുതിയ പ്രോജക്റ്റുകൾക്കും ഏറ്റവും ഉന്നതമായ വിജയം ആശംസിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലത്തീഫിൻ്റെ ഒരു കുഞ്ഞ് കവിതയോടുകൂടിയാണ് ആ കവിത ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാവലാളാവുക. മനുഷ്യത്വ ചിന്തയെ റാഞ്ചിപ്പറക്കുവാൻ വട്ടമിട്ടു പറക്കുന്നു വർഗീയ കഴുകന്മാർ. മനുഷ്യത്വ ചിന്തയെ റാഞ്ചിപ്പറക്കുവാൻ വട്ടമിട്ടു പറക്കുന്നു വർഗീയ കഴുകന്മാർ. സത്യത്തിൻ കവണയിൽ സ്നേഹത്തിൻ കല്ലുമായി കാവലാളാവുക സഹചരേ നാം. നന്ദി.